ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ ഒരു ചെറിയ ക്യാബേജിൻ്റെ ഒരു പകുതിയാണ് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു ബൗളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ക്യാബേജ് നമുക്ക് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ ഒരു വലിയ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വലുതായി കട്ട് ചെയ്യരുത്. ഈ ഒരു രീതിയിൽ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ബോൺലെസ് ചിക്കന്. നമ്മൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത്തിരി ഗരം മസാലപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് പിച്ചി എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും കുരുമുളകൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇങ്ങനെയുള്ള മസാലകളാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ, നിങ്ങൾക്ക് ഏത് മസാലയാണോ താല്പര്യം ആ മസാലക്കൂട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ വേവിച്ചെടുക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ ഇത്തിരി മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക കേട്ടോ. വലുതായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബോൾസ് ആക്കി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ചെറുതായിട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തെടുക്കുക. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മയോണൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കാണിക്കാഞ്ഞത് നമ്മൾ ഇതിന് മുൻപ് ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നമ്മൾ നല്ല രീതിയിൽ തിക്കായിട്ട് തന്നെ എഗ്ലെസ് ആണെങ്കിലും എഗ്ഗ് ആഡ് ചെയ്തിട്ടുള്ളതാണെങ്കിലും അല്ലാതും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാത്ത രീതിയിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. മയോണൈസ് പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല തിക്ക് മയോണൈസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് മയോണൈസ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് തിക്ക് മയോണൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലൂസായിട്ടുള്ളതല്ല, ഇങ്ങനെയുള്ള തിക്കായിട്ടുള്ള മയോണൈസ് തന്നെ റെഡിയാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോവും. നമ്മൾ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കണ്ടല്ലോ. ഇനി നമുക്ക് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ നമ്മൾ മയോണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇത്തിരി ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ബ്രെഡിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇത് നമുക്കൊന്ന് ബോൾസ് ആക്കി എടുക്കാനുള്ള പരുവത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് ടൈറ്റാക്കി എടുക്കാനും വേണ്ടിയിട്ടാണ്, ഒരു ബൈൻഡിങ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കറക്റ്റ് അളവ് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് എത്രയാണോ, ഒരു പക്ഷേ എനിക്ക് വന്ന അത്ര തന്നെ നിങ്ങൾക്ക് ബ്രെഡ് ആവശ്യം വരില്ല.
അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരാം. അപ്പോൾ നിങ്ങളൊരു പാക്കറ്റ് ബ്രെഡൊക്കെ വാങ്ങി വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം അതുകൊണ്ടാണ് എണ്ണം പറയാത്തത് കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഇതിലേക്കൊന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ബൈൻഡിങ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനായിട്ട് എനിക്കിവിടെ വന്നത് 12 പീസ് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒരുപാട് വലുതൊന്നുമല്ല, ചെറിയ സൈസ് ബ്രെഡായിരുന്നു. വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര തന്നെ ആവശ്യം വരില്ല. പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്യാബേജിൻ്റെതും ക്യാരറ്റിൻ്റെ ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ അളവിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം. ബ്രെഡിൻ്റെ സൈസിനനുസരിച്ചും അളവ് മാറ്റം വരാം. എനിക്ക് 12 പീസാണ്, ചെറിയ ബ്രെഡാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. 12 ബ്രെഡ് എനിക്ക് വന്നത് ചെറിയ സ്ലൈസ് ബ്രെഡ് ആയതുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പാക്കറ്റ് ബ്രെഡൊക്കെ റെഡിയാക്കി വെക്കുക. എത്ര തന്നെ ആവശ്യം വരുന്നു കറക്റ്റ് അളവ് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്ക് ബോൾസ് ആക്കി എടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവൊക്കെ ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ പറയുകയാണ്, നമ്മൾ ആദ്യം കയറി ഒരുപാട് അങ്ങോട്ട് ആഡ് ചെയ്യേണ്ട. നമ്മൾ ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ മയോണൈസിൽ നമ്മൾ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം ആ ഒരു വലുപ്പത്തിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളതൊന്ന് ബോൾസ് ആക്കി എടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കോഴിമുട്ട നമുക്ക് ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു പ്ലേറ്റിൽ ഇത്തിരി മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരളവില്ല. നമുക്കിതൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം വരുന്നത് അത് എടുക്കുക. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസ് ഉണ്ടല്ലോ, നമ്മൾ സ്നാക്കിന് വേണ്ടി റെഡിയാക്കി വെച്ച ബോൾസ് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമ്മളെ കയ്യിലൊക്കെ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ഇട്ടിട്ട് മറ്റേ കൈ കൊണ്ടൊന്ന് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ബാലൻസ് ഉള്ളതല്ലാതും ഈ ഒരു രീതി ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഈ ഒരു രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഓയിൽ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്.
ഓയിൽ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്നാക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓയിലിലേക്ക് സ്നാക്ക് ഇട്ട് കൊടുക്കാം. ഓയിലിൽ നിങ്ങളൊരു കരട് പോലെ കണ്ടത് ഇവിടെ കണ്ടല്ലോ, അത് കരടൊന്നുമല്ല കേട്ടോ. ഞാൻ ബ്രെഡ് ക്രംസ് ഇത്തിരി ഓയിലിലേക്ക് ഇട്ട് കൊടുത്തതാണ്. കറക്റ്റ് ചൂടായി വന്നിട്ടുണ്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ട്. അത് നിങ്ങൾ ചോദിക്കും, അതാണ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞത്, കരടൊന്നുമല്ല. ഇനി നമുക്ക് സ്നാക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസും ഇത്തിരി ചിക്കനും കൊണ്ട് നമ്മൾ ഇത്രയും സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമ്മളെ വീട്ടിൽ കറിയൊക്കെ വെച്ച ബാലൻസ് ചിക്കനൊക്കെ ഇരിപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇത്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അവർ വെജിറ്റബിൾസ് കഴിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സ്നാക്ക് തന്നെയാണ്. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴാണെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് ചിക്കൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നിങ്ങൾ കണ്ടല്ലോ, വളരെ കുറച്ച് മതി. നമ്മൾ കറിയിൽ ബാലൻസ് വന്ന ചിക്കൻ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സൂപ്പർ സ്നാക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സ്നാക്കൊക്കെ കഴിക്കാൻ കൂടുതൽ ഇഷ്ടമായിരിക്കും. നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. പുറമേ ക്രിസ്പിയാണ്, ഉള്ളിൽ സോഫ്റ്റാണ്. ഇനി ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉൾവശം ഇരിക്കുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻറ്റ്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.